തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവർക്ക് അവസാനമായി ഒരു നോക്ക് കാണാൻ പോലും കഴിഞ്ഞിരുന്നില്ല രാധയുടെ മൃതദേഹം. കാരണം ഈ മുഖത്തിൻ്റെ പകുതിയോളമൊക്കെ ഇല്ലാതായ അവസ്ഥയിലായിരുന്നു മൃതദേഹം കിട്ടിയത് പോലും. പിന്നീടാണ് ഇപ്പോൾ കടുവയുടെ സാന്നിധ്യമടക്കം അവിടെ ഉറപ്പിച്ചിട്ടുണ്ട്. രതീഷ് വാസുദേവനുണ്ട്. രതീഷ്, ബന്ധുക്കളൊക്കെ ഈ കാഴ്ച എങ്ങനെ സഹിക്കുന്നു എന്നുള്ളതാണ്. വീടിന് തൊട്ടടുത്ത് കാപ്പി പറിക്കാൻ പോയ ഒരു സ്ത്രീക്കാണ് തൊട്ടടുത്ത നിമിഷം ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം ഉണ്ടാവുകയും ജീവൻ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തത്. സംസ്കാര നടപടികൾ പുരോഗമിക്കുന്നു അല്ലേ? സദലക്ഷ്മി, തീർച്ചയായും ഏറെ സങ്കടകരവും നാട്ടുകാർക്കും ബന്ധുക്കൾക്കൊക്കെ ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത തരത്തിൽ ദുഃഖഭരിതമായ അന്തരീക്ഷമാണ്. ഇന്നലെ വീട്ടിൽ നിന്ന് കാപ്പി പറിക്കാൻ ഇറങ്ങിയതാണ്, തൊഴിലിന് പോയതാണ്. അവരാണ് നേരത്തോട് കഴിയുന്നതിന് മുമ്പ് തന്നെ ജീവനറ്റ് ഇവിടെ എത്തിയിട്ടുള്ളത്. വിവരിക്കാനാവാത്ത സങ്കടമാണ് എല്ലാവർക്കും. കാരണം പറ്റാത്ത തരത്തിൽ ഉള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ പോലും. അവസാനമായി ഒരു നോക്ക് കാണാൻ പറ്റാത്തതിൻ്റെ സങ്കടവും നാട്ടുകാർക്കൊക്കെ ഉണ്ട്. തീർച്ചയായും രതീഷിലേക്ക് മടങ്ങി വരാം. അവിടെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. രാധയുടെ മൃതദേഹം സംസ്കാരത്തിനായി സജ്ജീകരിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഈ എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് ഒരു തരത്തിലും സഹിക്കാൻ പറ്റാത്ത സങ്കടങ്ങളിൽ ഒന്നാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ ഈ അപ്രതീക്ഷിതമായി നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോകുന്നൊരവസ്ഥ. അത് ആ സത്യത്തെ മനസ്സിലാക്കി വരുമ്പോൾ തന്നെ ഒരു സമയമെടുക്കും. അപ്പോഴാണ് ഇത്തരത്തിലുള്ള വന്യമൃഗ ആക്രമണങ്ങളിലൊക്കെ മരണപ്പെട്ട് അവസാനമായി അവരുടെ ആ മുഖം പോലും ഒന്ന് കാണാൻ പറ്റാത്ത ദുരവസ്ഥ ഉണ്ടാകുന്നത്. തൊട്ടടുത്ത വീടിന് ചേർന്ന് നിൽക്കുന്ന പ്രദേശത്ത് കാപ്പിത്തോട്ടത്തിൽ കാപ്പി പറിക്കാൻ വേണ്ടി പോയതാണ് രാധ. ആ രാധയ്ക്കാണ് ഇത്തരത്തിലുള്ള ജീവൻ നഷ്ടപ്പെടുന്ന സംഭവം ഉണ്ടായത്. ഇതിന് തൊട്ട് മുൻപത്തെ ദിവസങ്ങളിലൊന്നും തന്നെ പ്രിയദർശിനി എസ്റ്റേറ്റിൽ നിന്ന് ഇന്നലെ ആക്രമണം നേരിട്ട പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപത്തോ അല്ലെങ്കിൽ അവിടെ വെച്ചോ ആരും തന്നെ ഒരു കടുവയുടെ സാന്നിധ്യം അറിഞ്ഞിരുന്നില്ല. കടുവയെ ആരും കണ്ടിരുന്നില്ല. കടുവയുടെ അലർച്ചയോ കാൽപ്പാടുകളോ ഒന്നും അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പേടിയുമില്ലാതെ തൻ്റെ വീടിന് സമീപമുള്ള പ്രദേശത്ത് കാപ്പി പറിക്കാൻ പോയതായിരുന്നു പതിവ് പോലെ രാധ. പക്ഷേ അപ്രതീക്ഷിതമായി നരഭോജിക്കടുവ അവിടേക്ക് എത്തുകയും രാധയുടെ ജീവൻ എടുക്കുകയുമായിരുന്നു. അതിന് പിന്നാലെ ഇന്നലെ വലിയ ജനരോഷമുണ്ടായി. ജനരോഷം തണുപ്പിക്കാൻ മന്ത്രി OR കേളു നേരിട്ടെത്തി. ഒരുപാട് ശ്രമിച്ചതിനു ശേഷമാണ് ആ ജനരോഷം തണുപ്പിക്കാനായത്. ഒടുവിൽ ഈ നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലുമെന്ന ഉത്തരവ് ഇറക്കുന്നു. പിന്നീട് രാധയുടെ കുടുംബത്തിന് 11 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിക്കുന്നു. അതിൽ 5 ലക്ഷം രൂപയുടെ ആദ്യ ഗഡു കൈമാറുന്നു. ഈ ഉത്തരവ് പുറത്തു വന്നതിന് ശേഷമാണ് രാധയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വിട്ടുകൊടുക്കാൻ പോലും നാട്ടുകാർ തയ്യാറായത്. വൈകിട്ടോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയെങ്കിലും ഇന്ന് രാവിലെ 8 മണിയോടുകൂടി മൃതദേഹം വീട്ടിലെത്തിച്ചു. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. രാധയുടെ മൃതദേഹം സംസ്കരിക്കുന്ന തത്സമയ ദൃശ്യങ്ങൾ. നാൽപ്പത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള വീട്ടമ്മയാണ് രാധ. ഭർത്താവ് താൽക്കാലിക വാച്ചറാണ് വനത്തിലെ. വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നവരാണ്. ഈ സ്ഥലവും ഈ ഭൂപ്രകൃതിയും ആ കാടിനോട് ഇണങ്ങി ജീവിക്കുന്ന രാധയ്ക്കാണ് ഈ കാട്ടുമൃഗത്തിൻ്റെ ആക്രമണത്തിൽ തന്നെ ജീവൻ നഷ്ടപ്പെടുന്ന ദുരവസ്ഥയുണ്ടായത്. അതുതന്നെയാണ് ഈ വിഷയത്തിലെ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യവും. രതീഷുണ്ട്. രതീഷ്, എനിക്ക് അവിടുത്തെ അവസ്ഥ പൂർണ്ണമായും മനസ്സിലാകുന്നത് തന്നെയാണ്. ഈ നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഇപ്പോഴൊന്നും ആ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാനും കഴിയില്ല. അപ്പോൾ സംസ്കാര ചടങ്ങുകൾ അവിടെ ഏറെക്കുറെ പൂർണ്ണമാകുന്ന അവസ്ഥയിലേക്ക് എത്തിയല്ലേ? സേതു, തീർച്ചയായും ഏറെ സങ്കടഭരിതമായ മുഹൂർത്തം, നിമിഷം എന്നൊക്കെ തന്നെ പറയേണ്ടി വരും ഇതിന്.
പ്രിയപ്പെട്ടവരെ വലിയ വേദനയിലാഴ്ത്തി തന്നെയാണ് രാധ ഓർമ്മയായി ഇന്ന് അവരുടെ പുരയിടത്തിലെ വീട്ടുവളപ്പിൽ ഒരു മണ്ണിനോടൊപ്പം ചേരുന്നത്. വീടിന് തൊട്ട് മുകളിലുള്ള അവരുടെ ബന്ധുക്കളെയും ഒക്കെ അടക്കം ചെയ്ത കുടുംബ ശ്മശാനത്തിൽ തന്നെയാണ് രാധയ്ക്കും അന്തിമവിശ്രമത്തിന് ഇടമൊരുക്കിയത്, കുഴിമാടമൊരുക്കിയിട്ടുള്ളത്. ബന്ധുക്കളും ഭർത്താവ് അച്ചപ്പനും ഉൾപ്പെടെയുള്ളവർ ഇതിന് കാഴ്ചക്കാരായി എത്തിയിട്ടുണ്ട്. എന്തായാലും ഏറെ വേദന നിറഞ്ഞ കാഴ്ച. അതിലപ്പുറം ഇതിന് വിവരണങ്ങളില്ല എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ട്. തൻ്റേതല്ലാത്ത കാരണത്താൽ ഇല്ലാതെ പോയ ജീവൻ എന്ന നിലയിൽ തന്നെയാണ് എല്ലാവരും വേദനിക്കുന്നത്. കൂലിപ്പണിക്കാരിയായിരുന്നു. കൂലിപ്പണിക്ക് പോകുമ്പോഴാണ് ഈ അപകടത്തിൽപ്പെട്ടത്, ജീവൻ നഷ്ടപ്പെട്ടത്. ഇന്നലെ ഉപജീവനത്തിന് വീട്ടിൽ നിന്നിറങ്ങിയതാണ്. ഇന്ന് ജീവനില്ലാതെ ഈ വീട്ടിൽ, ഈ മണ്ണിൽ തിരിച്ചെത്തുകയാണ്. അത്രയേറെ സങ്കടഭരിതമായ നിമിഷങ്ങൾ, വിവരണത്തിനതീതമായ സന്ദർഭങ്ങൾ, ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയും കരച്ചിലുടങ്ങാത്ത മുഖം, ഇതുതന്നെയാണ് ഈ നിമിഷം ഇവിടെ നിന്ന് വരാവുന്ന വിവരങ്ങൾ. എന്തായാലും ചടങ്ങുകൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കുഴിമാടത്തിലേക്ക് മൃതശരീരം വഹിച്ച പെട്ടി ഇറക്കി വെച്ചു. ഇനി മറ്റ് പൂജാകർമ്മങ്ങൾക്ക് ശേഷം പൂർണ്ണമായും സാധാരണഗതിയിൽ ഒരു സാധാരണ മനുഷ്യൻ്റെ അവസാന ബഹുമാനം എന്ന നിലയിൽ തന്നെ ആദരവോടെ അവരെ സംസ്കരിക്കുന്നു, അടക്കം ചെയ്യുന്നു. ഓർമ്മയാവുകയാണ് വേദന ബാക്കി വെച്ചുകൊണ്ട് രാധ എന്ന നാട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാം പ്രിയപ്പെട്ട ആ സ്ത്രീ കൂലിപ്പണിക്കാരിയായി ഉപജീവനത്തിന് കുടുംബം പുലർത്താൻ വേണ്ടി കൂലിപ്പണിക്ക് പോകുന്നതിനിടയ്ക്ക് ദാരുണമായി കടുവയുടെ മുന്നിൽ പെടുകയും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്ത രാധ കൂടുതൽ ബന്ധുക്കൾക്കും പോലുമാകാതെ ഛിന്ന ഭിന്നമായി പോയ രീതിയിൽ മണ്ണിലേക്ക് തിരിച്ചെത്തിയ രാധ ഇപ്പോൾ മണ്ണിലേക്ക് മടങ്ങുകയാണ്. കുഴിമാടത്തിൽ മണ്ണിട്ട് അവസാന ചടങ്ങുകൾ പ്രാർത്ഥനാ നിർഭരമായി പൂർത്തിയാക്കുകയാണ് ബന്ധുക്കളും നാട്ടുകാരും എല്ലാം ചേർന്ന്. സേതു. ശരി രതീഷ്, വയനാട്ടിൽ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. മൃതദേഹം അടക്കം ചെയ്തിരിക്കുന്നു. അപ്രതീക്ഷിതമായി ജീവൻ നഷ്ടപ്പെട്ട രാധ ഒരു കുടുംബത്തിൻ്റെ തീരാ ദുഃഖത്തിലേക്കാഴ്ത്തി മണ്ണിലേക്ക് മടങ്ങിയിരിക്കുന്നു. ഭർത്താവ് വനംവകുപ്പ് വാച്ചർ, അദ്ദേഹത്തോടൊപ്പം ഇന്നലെ ഒരുമിച്ചാണ് തോട്ടത്തിലേക്ക് കാപ്പിക്കുരു പറിക്കാനായി രാധ പോകുന്നത്. നനച്ചിരിക്കാത്തൊരു അപകടം അപ്പോഴാണ് രാധയ്ക്ക് മുന്നിലേക്ക് എത്തുന്നത്. നരഭോജി കടുവയുടെ രൂപത്തിൽ നരഭോജി കടുവ രാധയെ ആക്രമിക്കുന്നു. തൽക്ഷണം ജീവൻ നഷ്ടപ്പെടുന്നു. പിന്നീടാണ് മൃതദേഹം കണ്ടെത്തുന്നതും. ഇപ്പോൾ മന്ത്രി OR കേളു അടക്കം അവിടേക്കെത്തി സംസ്കാര ചടങ്ങുകളിൽ ഒപ്പം നിന്ന് എല്ലാ കാര്യങ്ങളും നോക്കി അവസാനമായി ഒരു പിടി മണ്ണ് ആ കുഴിമാടത്തിലേക്ക് മന്ത്രി OR കേളുവും ആദരപൂർവ്വം അർപ്പിച്ചിരിക്കുന്നു. ചടങ്ങുകൾ പൂർത്തിയാവുകയാണ്. ബന്ധുക്കളും സ്വന്തക്കാരും നാട്ടുകാരും പ്രിയപ്പെട്ടവരുമെല്ലാം രാധയ്ക്ക് അവസാനമായി ഒരു പിടി മണ്ണിട്ട് ആദരമർപ്പിച്ച് രാധയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. ജന്മനാട് രാധയ്ക്ക് വിട നൽകിയിരിക്കുന്നു. നരഭോജി കടുവയുടെ ആക്രമണത്തിനിരയായി മരണപ്പെട്ട രാധയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. ഈ